അതെ, KHDC ഫിറോസിക്ക. ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക്? തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാല് രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്കായ എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ. രേണുവിന്റെ ഈ വീഡിയോക്ക് തക്കതായ മറുപടിയുമായിട്ടാണ് KHDC ഫിറോസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഫിറോസിന്റെ വാക്കുകൾ എന്താണെന്ന് നോക്കാം. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തി നിൽക്കല്ലേ രേണുസുതി, അതേപോലെ ഫിറോസുമായിട്ടുള്ള ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണ്ട, രേണുസുതി പറഞ്ഞ കാര്യം രണ്ട് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒന്ന്, നല്ല സൗഹൃദമായിരുന്നു, സൗഹൃദമുള്ള സമയത്ത് ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇക്ക മറന്നു കഴിഞ്ഞാലും ഞാൻ മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ആ സ്ലാങ് മാറുമ്പോഴാണ് അതിനൊരു ഡബിൾ മീനിങ് ഉണ്ടോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുന്നത്. സ്ലാങ് അതിൽ തന്നെയാണെങ്കിൽ ഇങ്ങനെയും പറയാം, നമ്മളൊരു കാലത്ത് നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ, അതൊന്നും മറന്നു പോകരുത്. ഈ ചാറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ ചില കാരണം വെച്ചാൽ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അധികമല്ല, ഞാൻ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയാണ് ഇവരുമായിട്ട് ടെലിഫോൺ വഴി സംസാരിച്ചുള്ളത്. അത് ഹൗസ് വാമിങ്ങിന് ശേഷമാണ് ഒരിക്കൽ സംസാരിച്ചുള്ളത്. ഒരു പക്ഷേ ഹൗസ് വാമിങ്ങിന്റെ മുമ്പായിരിക്കും ഒരിക്കൽ സംസാരിച്ചത്. ഹൗസ് വാമിങ്ങിന് ശേഷം സംസാരിച്ചുള്ളത് ഐ തിങ്ക് രേണുമായിട്ടല്ല, രേണുവായിട്ട് സംസാരിച്ചു, രേണുവിന്റെ അച്ഛനായിട്ട് സംസാരിച്ചു, പിന്നെ രേണുവായിട്ട് സംസാരിച്ചു. അതൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് രേണു അക്സെപ്റ്റ് ചെയ്താണ്. അത് ഒരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ടീം പോയപ്പോൾ 15,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് നമ്മളെ കെയർ ഓഫിൽ ഹോം ടൂർ എടുക്കാൻ പോയതാണ്. ആ സമയത്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് ചോദിച്ചു, ഞാനത് അവർക്കൊരു പെർമിഷൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പൈസ വേണം, അല്ലാതെ കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് 10-20 ലക്ഷം രൂപ വീടുണ്ടാക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു നല്ലൊരു കുഴപ്പമില്ലാത്ത, നല്ലതെന്നും പറയാൻ വയ്യ, ഇപ്പോൾ ആൾക്കാരത് ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അതിന്റെ പ്ലാസ്റ്ററിങ്ങിലെ കംപ്ലൈന്റ് കാരണം. ഓക്കെ, ഇനി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന്റെ ഹോം ടൂർ എടുക്കാൻ പോയപ്പോൾ 15,000 രൂപ ഒന്നുമല്ല വീട്ടിലേക്ക് അവരെ നിങ്ങൾ പറഞ്ഞു തന്ന ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് പറഞ്ഞതിനാണ് രണ്ടാമത് സംസാരിച്ചത്. അതിന്റെ മുന്നൊരിക്കൽ സംസാരിച്ചുള്ളൂ. കൂടുതലും ഞാൻ ഇവരുമായിട്ട് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാറ്. അത് പല ഡിസ്കഷൻ ഉണ്ടാവും. വീടിന്റെ അവരുടെ സജഷൻസും നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ പല സ്റ്റേജിലും അവരുടെ സജഷൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. കാരണം വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ വീടുണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ. സംഗതി നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണെങ്കിലും അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ദോ ആ വീടിന്റെ പേര് ഇടൽ ഇതിന് പോലും ഞാൻ അവരുടെ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സുധീല എന്നുള്ള പേര് ഒരു 4-5 പേർക്ക് അതൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ ഫൈനലായിട്ട് ഇങ്ങനെ സുധീലയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, അത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ അതിൽ നമ്മുടെ ആ ഒരു എന്താണ് ഡിസൈൻ ബൈ KHDC എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല, അത് വെച്ചോളൂ, നിങ്ങളല്ലേ ഉണ്ടാക്കി തന്നെ. തീർച്ചയായിട്ടും അത് പല ആൾക്കാരും അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അന്ന് അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സുരാജ് വെഞ്ഞാറമൂട്, സുരേഷ് ഗോപി, അതേപോലെ 24 ചാനൽ, അങ്ങനെ കുറെ ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇപ്പോഴും പലരും പറയുന്ന ഒരു ഡയലോഗാണ്, 24 ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ വീട് നിങ്ങൾ ചാടിക്കയറി, നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തല്ലേ, നിങ്ങൾക്ക് പണി കിട്ടണം എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഞാൻ ഇവരെ ചില ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പൊട്ടക്കണക്കിലെ തവളയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലർക്കും അറിയില്ല എങ്ങനെയാണ് ഈ വീട് 24ന്റെ വീടായത്, അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ വീടായത് എന്നുള്ള പലർക്കും അറിയില്ല. ശ്രുതി മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാ വർഷം ഓരോ വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇപ്പൊ രേണുവിന് വീടുണ്ടാക്കി കൊടുത്തതിന് ശേഷം ആ പരിപാടി ഇപ്പൊ സ്റ്റോപ്പായി. അതോടുകൂടെ എല്ലാം നിന്ന്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് പബ്ലിക്കിന്റെ പൈസ പിരിച്ചെടുത്ത നാട്ടുകാരെ പൈസ. ഇത് നാട്ടുകാരെ പൈസ ഒന്നുമല്ല. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊരു ഗ്രൂപ്പായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങൾ എടുക്കുന്ന പൈസയാണ് ഇതിനകത്ത്. പിന്നെ ഇതിന്റെ അക്കൗണ്ട്സ് എന്ന് പറയാൻ 3 ആൾക്കാർ, ഈവൻ ഞാൻ പോലും അക്കൗണ്ട് ഹോൾഡർ അല്ല, 3 ആൾക്കാരാണ് ഇതിന്റെ അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഐ മീൻ 3 ആൾക്കാർ കൂടെ അക്കൗണ്ട് എടുക്കില്ലേ, ജോയിന്റ് അക്കൗണ്ട്, അങ്ങനെ എടുത്തിട്ടുള്ള അക്കൗണ്ടാണ് ഇതുള്ളത്. ഇതിലേക്ക് പൈസ ഈ പറയുന്ന ഞാൻ പോലും പൈസ അയക്കുക എന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ടിലേക്കാണ് പൈസ അയക്കുക. ഈ അക്കൗണ്ടിൽ നിന്നാണ് ഈ പൈസ ഞങ്ങൾ മെറ്റീരിയൽസിനും ലേബേഴ്സിനും കൊടുക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ മുക്കി ഇങ്ങനെ മുക്കി എന്താണ് അത് ഇതെന്ന് പറയാം, തേങ്ങ വാങ്ങാന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ ചുമ്മാ വെറുതെ ഒരു ആരോപണം മാത്രമാണ്. പിന്നെ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ്, ഞാൻ ഈ നാട്ടുകാരുടെ പൈസയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പൈസ എടുത്ത് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ പോലും വാങ്ങിക്കാത്ത വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ എനിക്ക് പൈസ കിട്ടിയതാണ് ഒരു 40,000 രൂപ 50,000 രൂപ എനിക്ക് ചില മാസങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചില മാസം 60,000 കിട്ടിയിട്ടുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന്. ഈ പൈസയ്ക്ക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പഴയ പോസ്റ്റുകൾ നോക്കിയാൽ ആർക്കെങ്കിലും ഇങ്ങനെ കുറച്ച് ഈ മാസം കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ, മരുന്ന് വാങ്ങിക്കാനോ മറ്റുള്ളതിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ആൾക്കാർ കോൺടാക്ട് ചെയ്യും, ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നാട്ടുകാരിൽ നിന്ന് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ പിച്ചച്ചട്ടിയിൽ എന്താ പറയുക കൈയിട്ട് വരുന്ന പോലെ വാങ്ങിയിട്ട് ജീവിക്കേണ്ട സെറ്റപ്പ് എനിക്കില്ല, നിലവിൽ എനിക്കില്ല. ഓക്കെ, ഇനി ഭാവിയിൽ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ സൂയിസൈഡ് ചെയ്യും. അല്ല നാട്ടുകാരെ പറ്റി ജീവിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷൻ ഒന്നും എനിക്കില്ല. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂടെ ക്ലിയർ ചെയ്യണം. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ ഓരോ ടൈമിൽ ഇവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ആ സമയത്തിൽ പല ടോപ്പിക്കുകളും വരാറുണ്ട്. അതേപോലെ ബിഷപ്പിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലവേഴ്സിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ പല ഡിസ്കഷൻ നടത്തുന്നത്. അല്ലാതെ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ മറ്റൊരു എന്താണ് എന്താ പറയുക ഡബിൾ മീനിങ് ടോപ്പിക്കുകളൊന്നും രേണുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ആളുമല്ല. പിന്നെ അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൗഹൃദമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും രേണുവിനെ വളരെ മോശമായിട്ടൊന്നും ഞാൻ ആരെയും സംസാരിച്ചിട്ടില്ല ഇതുവരെ. മറ്റു പലരെയും അതും എൻ്റെ മാക്സിമം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തങ്കച്ചനെ അന്ന് ഞാനത് നാറിയെന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു. അത് നാറി എന്നൊക്കെ പറഞ്ഞാൽ എന്താ അത് ഇത്ര വലിയ തെറിയാണോ? എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളൊക്കെ പച്ചത്തെറികൾ ഇഷ്ടം പോലെ ഇല്ലേ. ഇതൊക്കെ ഒരു മാന്യമായ ഒരാൾക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയുന്ന ഒരു ബേർഡാണ് ഈ നാറി എന്ന് പറയുന്നത്. ഇനി അത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, നിങ്ങളെ വായിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരിക്കലും പറയാൻ പാടില്ലാത്തായിരുന്നു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. സോറി, ഞാനത് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആൾക്കാരോട്, ഈ എന്നോട് ഇങ്ങനെ കണക്ട് ചെയ്ത ആൾക്കാരോട് ഞാൻ സോറി പറഞ്ഞു, അല്ലാതെ ഈ വിളി കേട്ട അദ്ദേഹത്തിനോടല്ല. അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും രേണു ഈ എന്തോ ചാറ്റൊക്കെ പുറത്തു വിടുന്നു പറഞ്ഞാൽ അത് കാരണം പേടിച്ചിട്ടാണ് ഇപ്പോൾ സോറി പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പൊ പല എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് പല അർത്ഥങ്ങൾ കണ്ട്, പല മാനങ്ങൾ കണ്ട് അതിന് കഥ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് ചിന്തിച്ചു കൂട്ടുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ സ്കൂളിന്റെ പടിവാതിൽ പോലും കാണാത്ത കുറെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യം, സ്കൂളിന്റെ പടി ചവിട്ടാത്ത കുറെ ആൾക്കാർ മൊബൈലിൽ നെറ്റ് റീചാർജ് ചെയ്തിരുന്നത്. ഇവർക്ക് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാതെ ചുമ്മാ വന്നിട്ട് അവരുടേതായ കുറെ കമന്റുകൾ എഴുതുക, അവരുടെ ഇമാജിനേഷനിൽ കുറെ കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ല പൊന്നു മക്കള്. നിങ്ങൾക്ക് വല്ല മൊബൈൽ റീചാർജ് ചെയ്യണ പൈസ ഉണ്ടെങ്കിൽ അതിട്ട് ആ റോട്ടിലിറങ്ങിയിട്ട് വല്ല ആൾക്കാർക്ക് വല്ല ഒരു നേരത്തെ ചോറ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെയാണ്. അല്ലാതെ വെറുതെ ഈ മൊബൈൽ റീചാർജ് ചെയ്തിട്ട് എല്ലാവരുടെയും കമന്റ് ബോക്സിൽ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി വിടുക. ഇതൊക്കെ ഒഴിവാക്ക്. പറഞ്ഞു രേണുവിന്റെ കാര്യമാണ്. അതിലപ്പുറത്തേക്കൊന്നുമില്ല. സൗഹൃദമായിട്ടുള്ള ചാറ്റുകൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അതും വീട് താമസത്തിന്റെ ഒരു 1-2 മാസം മുന്നേ അത് കഴിഞ്ഞു. എന്താ വെച്ചാൽ അതുവരെ ആയിരുന്നു അവരായിട്ട് സംസാരിക്കേണ്ടതും, അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസ്കഷനിലായിട്ട് അതുവരെ അവരുണ്ടായിരുന്നത്. അത് ഫൈനൽ ആ വീടിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോൾ അത് അവിടെ ബ്രേക്ക് ആയി. KHDC ഫിറോസിന്റെ വാക്കുകളാണ് ഇവ. ഇനി രേണു എന്താണ് ഇതിന് മറുപടിയായി വരുന്നത് എന്നുള്ളത് നോക്കിക്കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.